എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ബർഗർ ഉണ്ടാക്കിയാലോ? എൻ്റെ മോൻ്റെ ഭാര്യ ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ അമ്മക്ക് ബർഗർ ഉണ്ടാക്കുമോ, അങ്ങക്ക് ഉണ്ടാക്കുന്ന അറിയാമോ എന്ന് ചോദിച്ചു. ശരി, പിന്നെ നമ്മളെന്തിനാ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഞാനും കുറേ ദിവസമായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഏതായാലും ഒന്നങ്ങ് ഉണ്ടാക്കി. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിലുള്ളത്. ഇതിൽ എക്സ്ട്രാ എന്ന് പറയുക, സാധാരണ നമ്മളെ നാട്ടിലൊരു വീട്ടിലില്ലാത്തത് എന്ന് പറയാം ഡാർക്ക് സോയ സോസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലുള്ളതാണ്. ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ട് ഇത് പകുതിയേ വേണ്ടും കേട്ടോ. പിന്നെ കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, പിന്നെ കടുകിൻ്റെ പൊടിയെല്ലാം മസ്റ്റാണ്. അതിൻ്റെ എല്ലാം ചെറിയൊരു ടേസ്റ്റ് ഭയങ്കര കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കൂവപ്പൊടി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്, അപ്പം ഞാനതൊന്നും എടുത്ത് പ്രയോഗിച്ച്. പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഉള്ളി എന്ന് പറയുമ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് ഒന്നെടുത്തത്. നിങ്ങളെടുത്ത് വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ 3 പച്ചമുളക്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് അരക്കണം. അതിൻ്റെ മുമ്പേ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി തന്നെ നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. പൊടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഇതെല്ലാം കൂടി അരക്കണം. അരക്കുന്നതിൻ്റെ മുമ്പേ ഇതിൽ നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ചെറുനാരങ്ങ കണ്ടോ ഞാൻ കുരുവെല്ലാം എടുത്തതാണേ, അതുകൊണ്ടാണ് അങ്ങനെ നേരിട്ട് പിഴിഞ്ഞൊഴിക്കുന്ന. ഞാൻ തോണ്ടി എടുത്തതാണ് കത്തി മോന കൊണ്ട്. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ അത് വേറെ പാത്രത്തിൽ പിഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട കണ്ട പകുതിയേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. മല്ലിച്ചപ്പിൻ്റെ കണ്ടോ തണ്ടാണ് ഞാൻ കൂടുതലെടുത്തത്. തണ്ട് ഞാൻ പൊതുവേ അങ്ങനെ എടുക്കൂല. ഇങ്ങനത്തെ ആവശ്യത്തിനെല്ലാം തണ്ട് തന്നെയാണ് എടുക്കുക. ഒരു ചെറിയ ഉള്ളി മുറിച്ചിട്ട്, ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയല്ല, വലിയ ഉള്ളി കാണിച്ച ഉള്ളി തന്നെ. പിന്നെ പച്ചമുളക്, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ കടുക് ഞാനിതിപ്പോൾ പകുതിയേ ഇടുന്നുള്ളൂ, കാരണം ഇത് 1 ടീസ്പൂൺ അല്ല കേട്ടോ ഉള്ളത്. ഞാൻ മയണൈസും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ഇതിൽ ചേർക്കുന്നു. കടുകിൻ്റെ ടേസ്റ്റെല്ലാം വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ, പ്രത്യേക ഒരു മണമാണ് വരിക. പിന്നെ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, പിന്നെ നമ്മളെ കൂവപ്പൊടി. നല്ലൊരു സാധനം കേട്ടോ കൂവപ്പൊടി. ഞാനിപ്പോൾ ഇത് മനസ്സിലാക്കിയേ. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു സംഗതിയായത്. എന്തിനാ വെറുതെ മൈദപ്പൊടി ചേർക്കുന്നില്ലേ. അപ്പോൾ അതാ അരച്ച് ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പീസ് ബ്രെഡ് എടുത്തിട്ട് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോരെങ്കിലും 3-4 എടുക്കാം കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഇതിലുള്ള വെള്ളം ബ്രെഡ് ക്രംസ് വലിച്ചെടുക്കുമല്ലോ. അപ്പം നമുക്ക് പാറ്റി ഉണ്ടാക്കുക എളുപ്പമായിരിക്കും. ഇനി കയ്യിൽ കുറച്ച് എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ എടുക്കറേ. വേറെ എന്തെങ്കിലും ബട്ടറോ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഓയിലുകളോ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കാം. എടുത്തിട്ട് നമ്മളെ ബർഗർ ബണ്ണുണ്ടല്ലോ, ഞാൻ വീട്ടിലുണ്ടാക്കിയ ബണ്ണല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു സൈസിന് നമുക്കൊരു പാറ്റി ഉണ്ടാക്കി ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഇതൊന്ന് പുരട്ടിയെടുക്കാം. ഗോതമ്പ് പൊടി ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കാം. കണ്ടോ, ഇത് നല്ലോണം ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ കുറച്ച്, അധികമൊന്നും വേണ്ട, കുറേശ്ശെ വെച്ചിട്ട് അതുപോലെ ഓരോന്നും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെയും ഇതുപോലെ തന്നെ പിന്നെയും കയ്യിൽ എണ്ണയാക്കുക, അതുപോലെ ചെയ്തെടുക്കുക. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു 10 പാറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാകണം. അരമണിക്കൂർ ഫ്രീസറിലൊന്ന് വെച്ചോളി. അതൊന്ന് സെറ്റായി വരുന്നവരെ ഒരു അരമണിക്കൂർ റെസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ വരാം.
ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിപ്പുറം നമ്മളെ പഴയ ഒരു പകുതി മുട്ടയില്ലേ, അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പാറ്റി ഒന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ, അപ്പോൾ അതൊന്ന് മുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയോ മുളകിൻ്റെ പൊടിയോ ഉപ്പോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന അത്ര തന്നെ. കാരണം നമ്മൾ അതിൽ പാറ്റിയിൽ ആവശ്യത്തിന് മുളകെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ല ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചുതരാം. ഇനി അതിനൊന്ന് മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഒരു 5-6 ബ്രെഡ് ഞാനിത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നല്ലോണം ഒന്ന് പുരട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു തട്ടിൽ മാറ്റി വെക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടല്ലോ. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഓരോ പാറ്റിയായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തീ എപ്പോൾ മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് 3-4 മിനിറ്റ് അതിലപ്പുറം പോകാൻ പാടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് വല്ലാണ്ട് വെന്തുവോ കരിഞ്ഞു പോകും. ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് കണ്ടോ ഒരുവിധമായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് നോക്കാം എങ്ങനെന്തായി. ആഹാ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മൂടി തുറന്നേരം എന്താ മണം എന്നറിയോ? അപ്പാര മണം. ഒക്കെ അങ്ങ് എന്താ നല്ലൊരു മണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ ഒരു 3 മിനിറ്റ് മൂടി വെക്കാം. 3-4 മിനിറ്റ്. ഇപ്പം നിങ്ങൾക്ക് 4 മിനിറ്റ് കൊണ്ട് ആദ്യം വെന്തതെങ്കിൽ 4 മിനിറ്റ് തന്നെ വെച്ചോളി. 3 മിനിറ്റ്, എനിക്ക് 3 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ആയിന്. ഇനിയിപ്പോൾ ഒന്നും കൂടി തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഞാൻ പിന്നെ ഒരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തിരിച്ചിടുക. എന്നിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് മൂടാണ്ട് തന്നെ വെച്ചോളി. മൂടാണ്ട് വെക്കുമ്പോൾ ഒന്നും കൂടി വേവും. അതവിടെ നിൽക്കട്ടെ. അപ്പം പിന്നെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ. അത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഒന്ന് തിരിച്ചിട്ട് അങ്ങനെ 2 ഭാഗവും കൂടി ഏകദേശം ഞാൻ 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡില്ലേ കണ്ടോ ഒരു വെളുത്ത പോലെ ഇല്ലേ, അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് വേണ്ടേ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. നമ്മൾ ഒരു ടയർ പത്തിരിയെല്ലാം ആക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കാം. അന്നേരം എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടും. അപ്പം അതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ? അത്ര ടേസ്റ്റും കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടിട്ട് പിന്നെ നോക്കുമ്പോൾ ഈ കുമിള വരുന്നില്ലേ, അത് വരാണ്ടാവുമ്പോൾ ആയിന്ന് അതിൻ്റെ അർത്ഥം. അപ്പം പിന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് മാക്സിമം നമുക്കൊരു മനസ്സിനൊരു തൃപ്തി കിട്ടുമ്പോൾ നമ്മളിങ്ങ് എടുത്താൽ മതി. അതപ്പം ഞാൻ മയോണൈസ് ഉണ്ടാക്കി വെച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിനായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടുതൽ ഇട്ടുകൊണ്ടാണ് ഈ കറുപ്പ് കാണുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് 4 ടേബിൾ സ്പൂൺ മയോണൈസ് ഉണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചില്ലി ഫ്ലേക്സും ടൊമാറ്റോ കെച്ചപ്പും ഇതും എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ ബർഗർ സോസ്. ഇത് ഈ മയോണൈസ് നോ ഓയിൽ നോ എഗ്ഗ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പേ കൊടുത്തൊരു അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, നിങ്ങൾ നോക്കാം. അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണിലേക്ക് ഓരോന്നായിട്ട് തടവാം. ആദ്യം ബട്ടർ തടവി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്.
വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിത് ഉണ്ടാക്കി കഴിച്ചത് എനിക്ക് നല്ലോണം അതാ ഇഷ്ടപ്പെട്ടത്. ഇതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടോ, നമ്മൾ ബർഗർ സോസ് ആദ്യം തടവി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ക്യാബേജാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്കിപ്പം മറ്റേ ലെറ്റ്യൂസ് ഒന്നും കിട്ടാൻ വകുപ്പില്ലല്ലോ. അപ്പം നമുക്ക് കിട്ടിയത് വെച്ച് കൊടുക്കുന്നു. 2 കഷ്ണം ക്യാബേജ്, 2 കഷ്ണം ഉള്ളി, പിന്നെ കുക്കുംബർ, പിന്നെ ഒരു തക്കാളി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ ഒരു ചീസ് ഞാൻ കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊഴിയാടിയ പോലെ ഉള്ളത്. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കഴിക്കുമ്പോൾ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ അത്രയേ വേണ്ടൂ. പിന്നെ നമ്മൾ പാറ്റീനവിടെ ഫിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബാക്കി ബണ്ണിൻ്റെ മേലത്തെ കഷ്ണത്തിൻ്റെക്ക് കുറച്ച് ബർഗർ സോസ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി പാറ്റീൻ്റെ മുകളിൽ പിന്നെയും ക്യാബേജ്. ഇഷ്ടത്തിന് പച്ചക്കറി വെച്ചോ കേട്ടോ, മടിക്കേ വേണ്ട, എന്നാലേ പിള്ളമാരെല്ലാം തിന്നുള്ളൂ. പച്ചക്കറിയല്ലേ, പച്ച കുറച്ച് തിന്നട്ടെ എല്ലാവരും. അപ്പം ബെൽ പെപ്പറും കുക്കുംബറും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അതാ നമുക്കൊന്ന് ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. ഇനി അതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, മാറ്റി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, പാര ടേസ്റ്റാട്ടാ. ആരും മടിക്കണ്ട, ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച നല്ലൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.